24 സ്ത്രീയാണ് പ്രേക്ഷകർ കാണുന്നത്. ജാതിമത ചിന്തകൾ വേരുറപ്പിക്കുന്ന ഒരു കാലത്ത് ആ അതിർവരമ്പുകൾ ഭേദിച്ച് ഒരമ്മയെ എടുത്തു വളർത്തിയ മകളുടെ കഥ ഏതാനും വർഷം മുൻപ് നാം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. അമ്പലപ്പുഴയിലെ റസിയ ബീവിയുടെയും ചെല്ലമ്മ അന്തർജനത്തിന്റെയും കഥ. ആത്മഹത്യാ മുനമ്പിൽ നിന്നാണ് ആ അമ്മയെ റസിയ വീണ്ടെടുത്തത്. മരിക്കും വരെ അമ്മയ്ക്ക് തുണയായിരുന്നു റസിയ. ഇവരുടെ ജീവിത വഴിയിലേക്ക് പിന്നീട് നടി കൽപ്പനയും എത്തിച്ചേർന്നു. ഇവരുടെ ആത്മബന്ധത്തിന്റെ കഥ വെള്ളിത്തിരയിലും എത്തി. ദേശീയ അംഗീകാരങ്ങൾ നേടി. ഒടുവിൽ ചെല്ലമ്മ അന്തർജനവും കൽപ്പനയും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞപ്പോൾ തനിച്ചായതിന്റെ ദുഃഖത്തിലും ഓർമ്മകൾ ഊർജമാക്കി റസിയ ജീവിക്കുകയാണ്. കൽപ്പനയുടെ 3ാം ചരമവാർഷിക ദിനം കടന്നു പോകുമ്പോൾ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ റസിയ ഇന്ന് 24 സ്ത്രീയിൽ അതിഥിയായി എത്തിയിട്ടുണ്ട്. ആദ്യം കൽപ്പനയുടെയും അവരുടെ ചക്കരപ്രാവിന്റെയും സ്നേഹബന്ധത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് കാണും. നീർക്കുന്നം മാധവമുക്കിലെ റെയിൽവേ ട്രാക്കിൽ ജീവിതം അവസാനിപ്പിക്കാൻ വന്ന ചെല്ലമ്മ അന്തർജനത്തെ തിരികെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് മുതലാണ് അന്തർജനവുമായുള്ള റസിയയുടെ ആത്മബന്ധം ആരംഭിക്കുന്നത്. 2000-ലായിരുന്നു സംഭവം. പിന്നീട് ജാതിമത ചിന്തകളുടെ അതിർവരമ്പുകളില്ലാതെ റസിയ ബീവിയോടൊപ്പമാണ് ചെല്ലമ്മ അന്തർജനം 2017-ൽ മരിക്കും വരെ ജീവിച്ചത്. പിന്നീട് ഇവരുടെ വീട്ടിലേക്ക് മന്ത്രി ജി സുധാകരൻ MLA ആയിരുന്ന അവസരത്തിൽ റസിയ ബീവി ചെല്ലമ്മ അന്തർജനം റോഡ് എന്ന പേരിൽ റോഡും നിർമ്മിച്ചു നൽകി. ഈ അപൂർവ ബന്ധത്തിന്റെ കഥ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ നടി കൽപ്പന ഇവരുമായി ബന്ധപ്പെടുകയും എല്ലാ മാസവും ചെറിയ സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു പോന്നു. പിന്നീട് ഈ കഥ തനിച്ചല്ല ഞാൻ എന്ന സിനിമയായപ്പോൾ റസിയ ബീവിയുടെ കഥാപാത്രത്തെ കൽപ്പന അവതരിപ്പിച്ചു. ഇതിലൂടെ മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം കൽപ്പനയെ തേടിയെത്തി. മതേതരത്വം പ്രചരിപ്പിച്ച സിനിമ സംവിധാനം ചെയ്ത ബാബു തിരുവല്ലയ്ക്ക് ജൂറിയുടെ പ്രത്യേക പുരസ്കാരവും നേടാനായി. എന്നാൽ ഇന്ന് ചെല്ലമ്മ അന്തർജനവും കൽപ്പനയും ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോൾ റസിയ ബീവി തനിച്ചായി. 24 സ്ത്രീ. റസിയ ബീവി, സ്വാഗതം 24 സ്ത്രീയിലേക്ക്. വലിയൊരു ആത്മബന്ധത്തിന്റെ കഥയാണ് റസിയയ്ക്ക് പറയാനുള്ളത്. അത് കേരളം മുഴുവൻ അറിഞ്ഞ ഒരു കഥയാണ്. ഈ നമ്മൾ 2000-ലേക്ക് പോവുകയാണ്, പിറകോട്ട് പോവുകയാണെങ്കിൽ ഒരു ആത്മഹത്യാ മുനമ്പിൽ വെച്ചാണ് ചെല്ലമ്മ അന്തർജനം എന്ന വൃദ്ധയെ റസിയ ബീവി കാണുന്നത്. ആദ്യ കൂടിക്കാഴ്ച അതെങ്ങനെയായിരുന്നു? ഒരിക്കലും അതൊരു നല്ലൊരു രീതിയിലുള്ളൊരു കൂടിക്കാഴ്ചയായിരുന്നില്ല. അവർ ആത്മഹത്യ ചെയ്യാൻ പോവുകയായിരുന്നു. ആ പ്രായത്തിലും മരിക്കുമ്പോൾ 94 വയസ്സായിരുന്നു. മരിച്ചിട്ടിപ്പോൾ 2-3 വർഷങ്ങളാകുന്നേ ഉള്ളൂ. അപ്പോൾ അന്ന് അവർക്ക് പ്രായം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വൃദ്ധ ആത്മഹത്യ ചെയ്യാനായി പോകുമ്പോഴാണ് റസിയ ബീവി അവരെ കാണുന്നതും അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതും. ആദ്യ കൂടിക്കാഴ്ച ഇപ്പോഴെങ്ങനെയാണ് ഓർക്കുന്നത്? ആദ്യം ഞാൻ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു. അന്നേരം ആദ്യം കാണുന്ന കാഴ്ച എൻ്റെ അമ്മ ഒരു പഴയ റെങ്കുമായിട്ട് അതിസുന്ദരിയായ ഒരമ്മ പോകുന്നു. പടിഞ്ഞാറ് വശം റെയിൽവേ ട്രാക്കിലോട്ട് കയറുന്നു. ഞാൻ ആ ഓട്ടോ വിട്ടേച്ച് ഞാൻ തന്നെ നേരിട്ട് എന്ന് അമ്മേ അവിടെ നിൽക്കൂ എന്ന് പോയി. അമ്മ വഴിതെറ്റി വന്നയാണോ എന്ന്. മോളെ ഞാനല്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി റെയിൽവേ ട്രാക്കിലോട്ട് കയറാൻ പോവുകയാണ്. 5 മണിക്കുള്ള ട്രെയിൻ ഇപ്പോൾ വരുമെന്ന്. അമ്മ എന്തിനാണ് മരിക്കുന്നത്? എനിക്ക് ഉറ്റവരുമില്ല, ഉടയവരുമില്ല, ഭർത്താവില്ല, മക്കളില്ല, ആരും തന്നെ ഇല്ല. എൻ്റെ ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ ഒരു ചായ്ക്കാനൊരു ചായ്ക്കാനൊരു ഇടവോ ഒരു നേരത്തെ ഭക്ഷണമോ തരാൻ ആരും തന്നെ ഇല്ല. ഞാൻ പറഞ്ഞു, അമ്മ അതിനു വേണ്ടിയാണോ അമ്മ ആത്മഹത്യ ചെയ്യുന്നത്? അതെ, തീർച്ചയായിട്ടും അമ്മ അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ചുണ്ടത്ത് പിടിച്ചേച്ച് പറഞ്ഞ് തലോടിക്കൊണ്ട് പറഞ്ഞ അമ്മയോട്, അമ്മേ ഈ സുന്ദരിയായ അമ്മയാണോ ആൾക്കാർ വിട്ടത്? ഞാൻ നോക്കാൻ തയ്യാറാണ് അമ്മയെ, മരിക്കുന്നവരെയും നോക്കാൻ തയ്യാറാണ്. 101 വയസ്സ് വരെ അമ്മ ഇരിക്കുവാണെങ്കിൽ ഞാൻ നോക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അമ്മ എന്നോട് ചോദിച്ചു, നീ എങ്ങനെ നോക്കും? നീ ഒരു മുസ്ലിം സ്ത്രീ അല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, അമ്മേ എന്താണ് ഇവിടെ ജാതിയോ മതത്തിലൊന്നും ഒരർത്ഥവും ഇല്ല അമ്മേ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. എനിക്ക് പറ്റത്തില്ല, ഞാൻ ഒരു ഉന്നത മതക്കാരിയാണ്. ഞാൻ പറഞ്ഞു, അമ്മയെ ഉന്നത മതക്കാരിയാണ് ഞാൻ മുസ്ലിമാണേലും ഞാൻ അമ്മേനെ ഉന്നത മതത്തിൽ തന്നെ നോക്കാൻ തയ്യാറാണ്. എനിക്ക് അന്നേരം അവിടെ വെച്ച് എൻ്റെ അമ്മ പറഞ്ഞ എന്തോ, നിൻ്റെ വലിയ മനസ്സിന് ഞാനിപ്പോൾ നന്ദി പറയുന്നു. ഇതുവരെയും ഞാൻ അലഞ്ഞു തിരിഞ്ഞ് പല പ്രാവശ്യം മരിക്കാനൊക്കെ ഇറങ്ങിയിട്ട് ഈ ഒരു വാക്ക് ആരും തന്നെ പറഞ്ഞിട്ടില്ല മോളെ, എനിക്ക് നല്ലതേ വരൂ. അമ്മയെ ഒഴിഞ്ഞു പോകരുതും അമ്മേ, ഞാൻ കൊണ്ടുപോയി അമ്മേനെ പൊന്നുപോലെ നോക്കാം. എനിക്ക് എങ്ങനെ നോക്കാൻ പറ്റും? എനിക്ക് ഭർത്താവും മക്കളും ഇല്ലേ? ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ പോയാൽ അവർ വിട്ടാൽ ഞാൻ കൈക്ക് പിടിച്ച് പോയി.
കൈക്ക് പിടിച്ച് പിച്ച ചാലിച്ച അമ്മേനെ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. അന്നേരം അമ്മ അത് കേട്ട് മനസ്സ് സന്തോഷത്തിൽ പറഞ്ഞു നിൻ്റെ കൂടെ വരാം, പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ അനുസരിക്കാവോ എന്ന് ചോദിച്ചു. എന്താണ് അമ്മേ പറയുന്നത്? എൻ്റെ മത ആചാരപ്രകാരം ജീവിക്കാൻ നീ അനുവദിക്കുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഞാൻ ചെയ്യാം. എൻ്റെ അസ്തമയം വരെയും എന്നെ നോക്കാൻ നീ തയ്യാറാണോ എന്ന് ചോദിച്ചു. അതെ, തീർച്ചയായിട്ടും. അമ്മ അസ്തമയ സമയത്ത് എൻ്റെ മത ആചാരപ്രകാരം എനിക്ക് ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അതും സമ്മതിച്ച് ദൈവസാക്ഷി നിർത്തിക്കൊണ്ട് റെയിൽവേ ട്രാക്കിൻ്റെ മുമ്പിൽ വെച്ച് ഞാനും അമ്മയും അപ്പുറവും ഇപ്പുറവും തെക്ക് വടക്കായിട്ട് നിന്നുകൊണ്ട് ദൈവത്തെ സാക്ഷി നിർത്തി പറഞ്ഞു, ഇതെല്ലാം സഹിക്കാം. എന്നാ മോളെ, എൻ്റെ തലയ്ക്ക് എൻ്റെ അമ്മ കൈവച്ചുകൊണ്ട് പറയുകയാണ്, മോളെ നിന്നെ ഞാൻ പിറക്കാതെ പോയ മോളായിട്ട് കരുതിക്കോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മേനെ ഞാൻ അമ്മയായിട്ട് കരുതിക്കോട്ടെ എന്ന് ചോദിച്ചു. അതെ, തീർച്ചയായും. എന്നാൽ നിൻ്റെ കൂടെ ഞാൻ വരാം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിച്ചു. പക്ഷേ ഒരാഴ്ചയെ എൻ്റെ അമ്മയെ ഞാൻ താമസിച്ചുള്ളൂ. പിന്നെ ഞാൻ വേറെ തൃശ്ശൂരെന്നും ഒരു മഠമുണ്ട്, നെടുപുഴ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഞാൻ അമ്മേനെ അവിടെ കൊണ്ട് താമസിച്ച് എല്ലാ സൗകര്യങ്ങളും ഇളക്കി 2 വർഷം ഞാൻ അവിടെ എൻ്റെ അമ്മയെ താമസിച്ചു. തിരിച്ച് എൻ്റെ അവിടെ വീട്ടിൽ തന്നെ 2004 എൻ്റെ നാട്ടിൽ തന്നെ കൊണ്ടുവന്നു. അമ്മയോട് ഞാനൊരു വാക്ക് കൊടുത്തു, അമ്മേ അവിടെ നിന്നാലും എൻ്റെ വീട് വെച്ച് കഴിഞ്ഞാൽ ഉടനെ അമ്മയെ കൊണ്ടുവന്ന് എൻ്റെ കൂടെ തന്നെ താമസിക്കാം. ദൈവം എല്ലാം എനിക്ക് അനുഗ്രഹം ചെയ്തു തന്നു. അതായത് ഈ സിനിമകളിലൊക്കെ മാത്രം നമ്മൾ ഒരുപക്ഷെ സിനിമകളിൽ മാത്രം നടക്കുമെന്ന് നമ്മളൊക്കെ വിചാരിക്കുന്ന ഒരു കാര്യമാണ് യഥാർത്ഥ ജീവിതത്തിൽ റസിയ നടക്കുമെന്ന് കാണിച്ചു തന്നത്. അത് എല്ലാവർക്കും അതൊരു പാഠവുമാണ്. ഈ ജാതി മതം ഇതൊന്നും വേണ്ട, മറ്റൊരാളെ സ്നേഹിക്കാനും ആളെ കരുതൽ നൽകി അയാൾക്ക് ജീവിതത്തിൽ കരുത്ത് നൽകാനും ഒക്കെ എന്നത് കാണിച്ചു തന്നിരിക്കുന്നു റസിയ. അപ്പോൾ നേരത്തെ തന്നെ ഈ അമ്മയ്ക്കൊരു സംശയമുണ്ടായിരുന്നു, റസിയുടെ വീട്ടുകാർ ഇതെങ്ങനെ അംഗീകരിക്കുമെന്നത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിട്ടോ? അതെ, ഒന്നുമില്ല. വീട്ടുകാർക്കും ഒരു എതിർപ്പുമില്ലായിരുന്നു നോക്കുന്നതിനോ. ഇപ്പം തന്നെ അമ്മയുടെ അന്ത്യകർമ്മം നടത്തി എൻ്റെ വീട്ടിൽ വെച്ച് എല്ലാ ചടങ്ങുകളും നടത്തി, സഞ്ചാരം നടത്തി, ഇങ്ങേറ്റം വന്ന് കന്യാകുമാരി കൊണ്ടുപോയി അസ്ഥി വരെ ഒഴുക്കി. ഒരു കുഴപ്പങ്ങളുമില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു വീട് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് കിട്ടിയ ഒരു സ്ഥലത്തൊരു വീടുണ്ടാക്കി, അങ്ങനെ എല്ലാം ആ അമ്മയുടെ ആഗ്രഹപ്രകാരം ഒരു തുളസിത്തറ, മുറ്റത്ത് കിണർ, ഇങ്ങനെ അത്തരത്തിലുള്ള ആചാരങ്ങളെല്ലാം അല്ലേ, അതൊക്കെ പാലിച്ചുകൊണ്ടാണ് അമ്മയ്ക്ക് വേണ്ടി ഒരു വീട് വെച്ച് കൊടുത്തത്. അല്ല, ശരി. അതെ. അപ്പോൾ അത് ഈ അമ്മയ്ക്ക് ഒരുപാട്, അമ്മയുടെ സന്തോഷം മുഴുവൻ ഇഷ്ടാനുസരണം. അതെ, പറഞ്ഞോളൂ. ഇന്നും വേദനയാണ്. അമ്മയുടെ കാര്യം ഓർക്കുന്ന ഒരു ദിവസവും ഇല്ല. അമ്മ രാത്രി കിടക്കുമ്പോഴും ഓർക്കും. എപ്പോഴും എനിക്ക് കണ്ണുനീരാണ്. എൻ്റെ അമ്മയുടെ വേർപാട് ഇന്നും എനിക്ക് സഹിക്കത്തില്ല. കാരണം അത്രയും ഞങ്ങൾ അമ്മയും മോളുമായിട്ട് ആ മരണം ഇന്നും ഞാൻ ഓർക്കും. ഇതാണ്. പക്ഷേ നമ്മളെല്ലാവരും മരിച്ചു പോകും, ഇന്നില്ല നാളെയിൽ മരിക്കും. പക്ഷേ എൻ്റെ അമ്മയുടെ 94-ാമത്തെ വയസ്സും സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു. അമ്മയുടെ ആചാരപ്രകാരം തന്നെ എൻ്റെ വീട്ടിൽ ജീവിക്കാൻ പറ്റി. മത്സ്യമാംസങ്ങളൊന്നും തന്നെ അമ്മ മരിക്കുന്നവരെയും ആ വീട്ടിൽ കയറ്റിയിട്ടുമില്ല. ഇതിനിടയിൽ ഈ കൽപ്പന എങ്ങനെയാണ് ഇതിലിടയിലേക്ക് വന്നത്? കൽപ്പന ഇത് മാധ്യമങ്ങളിലൊക്കെ വന്ന് ഈ വാർത്ത വായിച്ചറിഞ്ഞാണോ കൽപ്പന നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുകയും അങ്ങനെ നിങ്ങളെ പരിചയപ്പെടുകയും ഒക്കെ ചെയ്തത്? അതെ. കൽപ്പന ചേച്ചി 2005 ഈ കൗമുദി പത്രത്തിൻ്റെ ഏജൻറ്റുമായിട്ടാണ് വീട്ടിൽ വന്നത്. കൽപ്പന ചേച്ചി കൗമുദി പത്രത്തിൻ്റെ ഏജൻറ്റുമായിട്ട് വീട്ടിൽ വന്ന് അവിടെ വെച്ചാണ് കണ്ട് ഫോട്ടോ എല്ലാം എടുത്തോട്ട് പോയപ്പോൾ അന്ന് മുതൽ റസിയാണ് എനിക്കൊരു സഹായം എത്തിക്കുക അടുത്ത മാസം മുതലെന്നും പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ദേശീയ അവാർഡ് കിട്ടിയതിന് ശേഷം 2000 രൂപ വെച്ച് പിന്നെ തന്നുകൊണ്ടിരുന്നു. അപ്പോൾ സ്ഥിരമായി പിന്നീട് സമയം കിട്ടുമ്പോഴൊക്കെ കൽപ്പന നിങ്ങളെ സന്ദർശിക്കാറുണ്ടായിരുന്നു? കൽപ്പന നിങ്ങളെ ചക്കര, പ്രാവ് എന്ന പേരുകളിലൊക്കെയാണ് വിളിച്ചിരുന്നത്. കൽപ്പനയുടെ ചക്കരയായിരുന്നു റസിയ, പ്രാവായിരുന്നു അന്തർജനം, അല്ലേ? അതെ. ഫോൺ എടുക്കുമ്പോൾ എൻ്റെ നമ്പർ കണ്ടാൽ ഉടനെ ചക്കര എന്താണ് വിശേഷം, നിനക്കെന്താണ്, നിൻ്റെ അമ്മയ്ക്ക് എന്ത് വരും? ഞാൻ പറഞ്ഞു, ഇല്ല അമ്മ,
ഇല്ല ചേച്ചി, ആ ചേച്ചിയുടെ സ്വരം ഒന്ന് കേൾക്കാൻ വേണ്ടി മാത്രം വിളിച്ചതാണ്. ഇവിടെ ചക്കര ഞാൻ ഉടനെ വരുന്നുണ്ടെന്ന് പറയും. അങ്ങനെ ഈ തിരുവനന്തപുരം റൂട്ടിൽ എവിടെ പോയാലും കയറി 1 മണിക്കൂർ ഞങ്ങളുമായിട്ട് ചെലവഴിച്ചതിന് ശേഷം പോകത്തുള്ളൂ. ശരിക്കും ഡ്രസ്സും സാധനങ്ങളും കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തരും. അപ്പോൾ കൽപ്പന അത് കഴിഞ്ഞിട്ടപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ വരികയും ഓണത്തിന് വസ്ത്രം കൊണ്ടു തരികയും ഇങ്ങനെയൊക്കെ വലിയൊരു അടുപ്പം അല്ലേ? തൻ്റെ മനസ്സിലൊക്കെയുള്ള വിഷമവും മറ്റു ദുഃഖങ്ങളും എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇത്തരത്തിൽ വലിയൊരു സഹായം ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ കൂടിയാണ് കൽപ്പന. അത് അധികം പബ്ലിസിറ്റിയോ പുറം ലോകമോ ഒക്കെ അറിഞ്ഞതുപോലും പിന്നീടാണ്. ഇല്ല, പിന്നീട് ഒന്നും അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. കൽപ്പന ചേച്ചി ഈ തരുന്നതും ഈ സ്നേഹബന്ധവും അറിഞ്ഞിട്ടേ ഇല്ല. പിന്നീടാണ് പത്രമാധ്യമങ്ങളിൽ വന്നത്. പിന്നീട് ഈ നിങ്ങളുടെ കഥ സിനിമയാകുന്നു എന്നറിഞ്ഞപ്പോൾ എന്താണ് റസിയയ്ക്ക് അന്ന് തോന്നിയത്? ഇത് ബാബു തിരുവല്ല എന്ന സംവിധായകൻ നിങ്ങളുടെ വീട്ടിൽ വരികയും അത് കൽപ്പനയും ഒത്താണ് വന്നത് എന്ന് തോന്നുന്നു അല്ലേ? അതെ. അല്ല, ഈ പത്രം സൺഡേ സപ്ലിമെൻ്റിൽ വന്ന പത്രം വായിച്ച് ഉമ്മയ്ക്കൊരമ്മയെന്നും പറഞ്ഞ് പത്രം എടുത്തുകൊണ്ട് ബാബു തിരുവല്ല സാർ എന്നോട് വിളിച്ചുകൊണ്ട്, റസിയ ഇത് ഞാൻ സിനിമ ചെയ്യുന്നു, റസിയ എന്ത് പറയുന്നെന്ന് പറഞ്ഞു. സാറേ ഇത് സിനിമ ചെയ്യുവാണെങ്കിൽ ജനങ്ങൾ ഇത് മനസ്സിലാക്കും. കാരണം ജാതി മതത്തിൽ ഒരർത്ഥവും ഇല്ല, നമ്മളെല്ലാവരും മനുഷ്യരാണെന്ന് മനസ്സിലാക്കുമെന്ന് മാത്രം സാറിനോട് പറഞ്ഞു. എൻ്റെ എല്ലാ സഹായങ്ങളും സാറിന് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കഥ സിനിമയാവുകയാണോ എന്ന് കേട്ടപ്പോൾ എന്താണ് ആദ്യം തോന്നിയത്? വലിയ സന്തോഷമല്ലേ തോന്നിയത്? അപ്പോൾ വളരെ സന്തോഷം, വളരെ സന്തോഷമായി. അതിനുശേഷം കൽപ്പനയാണ് റസിയെ അവതരിപ്പിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്? കാരണം കൽപ്പന ഒരു വലിയ നടിയാണ്. അപ്പോൾ റസിയെ പോലെ ഒരാളുടെ വേഷം ചെയ്യുകയാണ് കൽപ്പന എന്ന മഹാനടി. അപ്പോൾ എന്താ തോന്നിയത്? അതെ, അത് കൽപ്പന ചേച്ചി എന്നോട് പറഞ്ഞ്, ചക്കരെ ഞാൻ ചെയ്യാൻ പറ്റത്തില്ല, എനിക്കിത് ഉർവശി ചെയ്യാൻ. അന്നേരം ഞാൻ ചേച്ചിയോട് പറഞ്ഞ്, ഉർവശി അല്ല ചെയ്യേണ്ടത്, ചേച്ചി തന്നെ ചെയ്യണം. ചേച്ചി ഞങ്ങൾക്ക് തന്ന സഹായത്തിന് ചേച്ചി തന്നെ ചെയ്യണം. ചേച്ചിക്ക് ഇതിന് വലിയൊരു അംഗീകാരവും കിട്ടുമെന്ന് പറഞ്ഞു. ഈ സിനിമ ആകുന്നതിന് മുമ്പേ തന്നെ ചേച്ചി എന്നോട് സംസാരിച്ചപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അപ്പോൾ ഈ കൽപ്പന കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് പഠിക്കുകയും അങ്ങനെ എല്ലാം ചോദിച്ചറിഞ്ഞിട്ടൊക്കെയാണോ ഈ കഥാപാത്രം അവതരിപ്പിക്കാൻ അഭിനയിക്കാനൊക്കെ പോയത്? കൂടുതൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നോ? നിങ്ങളുടെ ബന്ധം, ആത്മബന്ധം, അതിന്റെ ആഴം എത്രയാണ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നോ? അന്വേഷിച്ചു. എന്നെ അമ്മയെയും ഷൂട്ടിങ് സമയത്തൊക്കെ കൊണ്ടുപോകുമായിരുന്നു, പല ഭാഗത്തും കൊണ്ടുപോകുമായിരുന്നു. അപ്പൊ ഇതിൽ ഈ അമ്മയുടെ ഒരു സന്തോഷം എങ്ങനെയായിരുന്നു? അതെ, അമ്മയുടെ സന്തോഷം എങ്ങനെയായിരുന്നു? ജീവിതം ഒരു സിനിമയായി മാറുന്നു, അത് വളരെ സന്തോഷമാണ് അമ്മയ്ക്ക്. വളരെ സന്തോഷമായി അമ്മയ്ക്ക്. അതെ, അമ്മ ഈ സിനിമ കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സിനിമ അമ്മേനെ ഇട്ട് കാണിക്കുകയും ചെയ്ത് TV-യിൽ. വളരെ സന്തോഷം. അതിലുപരി എനിക്ക് ഏറ്റവും വലുത് കൽപ്പന ചേച്ചി ദുബൈയിൽ ഒരു പരിപാടി പങ്കെടുത്തപ്പോഴാണ് ദേശീയ അവാർഡ് കിട്ടിയെന്ന്. അന്നേരം പെട്ടെന്ന് തന്നെ വിളിക്കും, ചക്കരെ നീ പറഞ്ഞ പ്രാർത്ഥന നിൻ്റെ അള്ളാഹ് കേട്ടു, അതുകൊണ്ട് എനിക്ക് ദേശീയ അവാർഡ് കിട്ടിയെന്ന് പെട്ടെന്ന് വിളിച്ച് പറയുമായിരുന്നു. നിൻ്റെ പ്രാർത്ഥന കേട്ടു അള്ളാഹ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും, അമ്മയും കണ്ടു, റസിയയും കണ്ടു, ഈ സിനിമ കണ്ടു അല്ലേ? അപ്പോൾ ഇതിൽ സ്വന്തം കഥാപാത്രത്തെ വെള്ളിത്തിരയിൽ കണ്ടപ്പോഴൊക്കെ എന്തായിരുന്നു തോന്നിയത്? എന്താണ്? അല്ല, ഞങ്ങളുടെ കഥ ഞങ്ങൾക്ക് നേരിൽ കാണാൻ ഒരു അവസരം കിട്ടിയ അതൊരു ഭാഗ്യം തന്നെയല്ലേ? തീർച്ചയായും. അത് ഈ അമ്മയുടെ വേഷം അവതരിപ്പിക്കുന്നത് KPS ലളിതയായിരുന്നു. അപ്പൊ അമ്മയെ തന്നെ ഇതിൽ KPS ലളിതയായി ഇങ്ങനെ കണ്ടപ്പോ അപ്പോൾ ഒക്കെ അമ്മയുടെ എങ്ങനെയാണ് പ്രതികരണമൊക്കെ? ഇപ്പൊ നമുക്കത് അമ്മയോട് ചോദിച്ചറിയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ റസിയോട് ചോദിക്കുന്നത്. അതെ, ഇങ്ങനെ തന്നെയാണ് ആ അഭിനയിച്ച സമയത്തും എല്ലാം ഇങ്ങനെ തന്നെ. പിന്നെ ഞാൻ എൻ്റെ അമ്മേനെ അവിടെ നെടുപുഴയിൽ അവിടെ കൊണ്ടാക്കിയേച്ച് വരുന്ന വഴി അമ്മ ഇങ്ങനെ ജനലിൻ്റെ അടുത്ത് കാത്തിരിക്കും, ഞാൻ വരാം, ഞാൻ തിരിച്ച് വരും എന്നാണ് ഞാൻ അമ്മയോട് പറഞ്ഞു വരുന്നത്. ആ രംഗമൊക്കെ കറക്റ്റായിട്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം റസിയെ പറഞ്ഞു കൊടുത്തതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സംവിധായകൻ അത് ചെയ്തിരിക്കുന്നത് അല്ലേ? ചെയ്തിരിക്കുന്ന പറഞ്ഞു കൊടുത്തത് പോലെ തന്നെ ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ അനുഭവ കഥയാണത്.
ഈ സിനിമ ഒരുപാട് പുരസ്കാരങ്ങൾ, കൽപ്പനയ്ക്ക് ദേശീയ പുരസ്കാരമാണ് കിട്ടിയത് മികച്ച സഹനടിക്കുള്ള. ഒപ്പം തന്നെ ഇതിന്റെ സംവിധായകന് പുരസ്കാരം കിട്ടി, ഈ ചിത്രത്തിനും പുരസ്കാരം കിട്ടി. അത് വിവിധ ജാതി ഈ മതത്തിലൊക്കെയുള്ളവർ തമ്മിലുള്ള ഒരു ബന്ധം കാണിക്കുന്ന സിനിമ എന്ന രീതിയിലുള്ള പുരസ്കാരമാണ് ഈ സിനിമയ്ക്കും കിട്ടിയത്. അപ്പോൾ വലിയ അംഗീകാരം ഈ സിനിമയ്ക്ക് കിട്ടിയെന്ന് പറയുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ കൊടുക്കുന്ന ആ സന്ദേശത്തിന് ലഭിച്ചൊരു അംഗീകാരം കൂടിയാണ്. ജനങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞല്ലോ ജനങ്ങൾ. ഇപ്പോഴും സിനിമ പിന്നെ എവിടെയും ചാനലിലൊക്കെ വരണം, വീണ്ടും ഒന്ന് കാണണമെന്ന് എന്നോട് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം പിന്നെ ഇപ്പോൾ അമ്മ മരിച്ചു. അമ്മ മരിക്കുന്നതിന് മുൻപാണെന്ന് തോന്നുന്നു കൽപ്പനയുടെ അപ്രതീക്ഷിത വിയോഗമുണ്ടായതല്ലേ? അതൊക്കെ എങ്ങനെയാണ് റസിയ ബീവി എങ്ങനെയാണ് അതൊക്കെ നേരിട്ടത്? ആ ഒരു സമയം അതൊക്കെ ഇപ്പൊ എങ്ങനെയാണ് ഓർത്തെടുത്തത്? 2 വർഷമായില്ല, അമ്മ മരിച്ചിട്ട് 2 വർഷമായില്ല. അതെ, കൽപ്പന ചേച്ചി മരിച്ചിട്ട് 3 വർഷമാകുന്നു. എൻ്റെ അമ്മ മരിച്ചിട്ട് 2 വർഷമാകുന്നില്ല. ജൂലൈയിൽ വരുമ്പോഴേ 2 വർഷമാകത്തുള്ള അമ്മയുടെ മരണം. അപ്പൊ ഈ കൽപ്പനയുടെ മരണം എന്ന് പറയുന്നത് അത് എല്ലാവർക്കും അതൊരു വലിയ ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ്. അപ്പൊ റസിയ എങ്ങനെയാണ് ഏറ്റവും അവസാനമായി കൽപ്പനയെ കണ്ടത്? എവിടെ വെച്ചാണ്? ഞങ്ങളെ തളർത്തി കളഞ്ഞു. അല്ല, ഞാൻ കാണാനൊരു അവസരം ഞാൻ ഒരുക്കിയായിരുന്നു. കാരണം റോഡ് കിട്ടിയായിരുന്നല്ലോ. ആ റോഡിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ ചേച്ചിയെ വിളിച്ചപ്പം പറഞ്ഞ് സേലത്ത് ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുക, ചക്കര നിന്നെ കണ്ടിട്ട് 2-3 മാസമായല്ലോ, ഈ റോഡിൻ്റെ ഉദ്ഘാടനത്തിന് വരാമെന്ന് പറഞ്ഞു. അന്ന് തന്നെ രാവിലെ വിളിച്ചിട്ട് പറയുന്നു, ചക്കര എൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ എനിക്ക് ഇവിടെ വന്നിട്ട് സേലത്ത് തിരിച്ചു പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ചക്കര എൻ്റെ സാന്നിധ്യം ഉണ്ട്, ഞാൻ ഉടനെ വരുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. അതാണോ ഏറ്റവും അവസാനമായി നടത്തിയ സംഭാഷണം? അതെ, അതിനുശേഷം പിന്നീട് സംസാരിച്ചിട്ടേ ഇല്ല, കണ്ടിട്ടുമില്ല അല്ലേ? അതെ ഇല്ല. ഇടയ്ക്ക് ഞാൻ 2 പ്രാവശ്യം സംസാരിച്ചു. അന്നേരം ഇങ്ങനെ കാര്യങ്ങൾ പറയും, ഉടനെ വരും ചക്കര, 2 പേരെയും കാണാൻ വരും എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം സംസാരിച്ചു. പിന്നെ സംസാരിച്ചില്ല. ഏറ്റവും മരണവാർത്തയാണ് എന്നെ തളർത്തി. എൻ്റെ അമ്മേനെ മരണവാർത്ത തളർത്തി കളഞ്ഞു അന്ന്. അമ്മയ്ക്ക് എങ്ങനെയാണ് ഇത്? ഒരുപക്ഷെ തൻ്റെ അന്ത്യകാലത്തൊക്കെ മറ്റൊരു മകളായി എന്ന രീതിയിൽ തന്നെ ആയിരിക്കാം അമ്മയും കൽപ്പനയെ കണ്ടിട്ടുണ്ടാവുക അല്ലെ? അപ്പോൾ ഈ കൽപ്പനയുടെ മരണം അമ്മയെ തളർത്തിയത് എങ്ങനെയാണ്? അമ്മയെ തളർത്തിയത് അമ്മ ഇത് കണ്ടപ്പോൾ നമുക്ക് സഹായം എത്തിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒന്നുമില്ലാതെ മരിച്ചല്ലോ, നമ്മൾക്ക് ഇനി ആരാണ് സഹായം എത്തിക്കുന്നത്? ഇത്രയും നല്ല ഒരു മനസ്സുള്ള ഒരു കൽപ്പന പോയി വേർപാടായല്ലോ എന്നും പറഞ്ഞാണ് കരയുന്നത്. അമ്മ ഒന്നും എന്തൊക്കെ അമ്മയ്ക്ക് വന്നാലും അമ്മ കരയാത്ത അമ്മ അന്ന് കരഞ്ഞു. അതിനുശേഷം അത് 2 പേർക്കും അത് വലിയൊരു ഷോക്ക് ഉണ്ടാക്കി. പിന്നീട് അമ്മയുടെ മരണവും കൂടി ആയപ്പോൾ ഇപ്പോൾ റസിയ ഈ ഒരു അമ്മയുടെ മരണം എങ്ങനെയായിരുന്നു? അത് 94 വയസ്സായിരുന്നു, പെട്ടെന്ന് വീണ് കാലിന് പ്രശ്നമായി, അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയി, പിന്നീട് അമ്മ മരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. ഹോസ്പിറ്റലിൽ 1 മാസം കിടന്നു. 1 മാസം അത് അവിടെ ഹോസ്പിറ്റലിൽ വരുന്നവർക്ക് എല്ലാവരും കാണാം. ഞാൻ ഒറ്റയ്ക്ക് കാണാം, രാത്രി പകല് എല്ലാം മരുന്ന് മേടിക്കാനും കടയിൽ പോകാനും എല്ലാത്തിനും അമ്മയെ ഒരു ഉറക്ക വളച്ചിട്ട് പോലും എനിക്കൊരു ക്ഷീണവും ഒരു തളർച്ചയും ഇല്ലാതെ ഞാൻ നോക്കി. അടുത്തുള്ള കിടക്കുന്നവരെല്ലാം എന്നെ സമ്മതിച്ചിരിക്കുമോ? ഇപ്പോഴത്തെ കാലത്ത് ഒരു പെറ്റകളെ പോലും നോക്കാത്ത കാലത്ത് റസിയ നിനക്ക് എങ്ങനെ മനസ്സ് വന്ന് നിനക്ക് നല്ലതേ വരുവുള്ളൂ എന്നുള്ള അവിടെ കാണുന്നവർ മൊത്തം പറയും. കാരണം എനിക്കൊരു ക്ഷീണമില്ല, എൻ്റെ അമ്മയെ നോക്കുന്നതിന് എനിക്കൊരു ക്ഷീണവും വന്നില്ല. അതാണ് ഏറ്റവും. 1 മാസം ഉറക്കമുളച്ച് പകലും ഈ ഓട്ടോ ആയിട്ടും എനിക്ക് ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പക്ഷേ ഞാൻ തളർന്നില്ല, എന്നെ ദൈവം തളർത്തിയില്ല. അതാണ്. അപ്പൊ അതിനുശേഷം ഈ മരണം എന്ന് പറയുന്നതും ഒരല്പം അപ്രതീക്ഷിതമായിരുന്നു. ആശുപത്രിയിൽ നിന്നൊക്കെ എല്ലാം ഭേദപ്പെട്ടൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് അല്ലേ? അതെ, പെട്ടെന്ന് ഒരു ശ്വാസം മുട്ടൽ പോലെ വന്ന് ആശുപത്രിയിൽ പോലും കൊണ്ടുപോയില്ല. കാരണം രാവിലെ ഭക്ഷണം കഴിച്ച് കുളിപ്പിച്ച് ചന്ദനക്കുറിയൊക്കെ കൊണ്ട് ഡ്രസ്സ് വിട്ട് കിടത്തി ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്ത് 4 മണിക്ക് എൻ്റെ കയ്യിൽ ഞാൻ തല വെച്ചുകൊണ്ട് കൈ കൊണ്ട് ചായ കൊടുത്ത് 1 ഗ്ലാസ് ചായ കുടിച്ചു.
ഒരു 15 മിനിറ്റ് ആകുന്നതിന് മുമ്പേ മരിച്ചു. പക്ഷേ അതെനിക്ക് ഒരിക്കലും ഇന്നും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എൻ്റെ അമ്മയുടെ മരണം. തീർച്ചയായും. പക്ഷേ റസിയയ്ക്ക് ഒരു കാരണവശാലും ദുഃഖം നമുക്ക് മനസ്സിലാകും. പക്ഷേ അഭിമാനമാണ്, നമ്മളെല്ലാ മലയാളികൾക്കും അഭിമാനമാണ്. കാരണം ഇന്ന് സ്വന്തം അച്ഛനമ്മമാരെയൊക്കെ വൃദ്ധസദനത്തിലേക്ക് തള്ളിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. റസിയ എത്ര വലിയൊരു സന്ദേശം, എത്ര നല്ലൊരു സന്ദേശമാണ് റസിയ നമ്മുടെ സമൂഹത്തിന് നൽകിയത്. അതോർത്ത് റസിയയ്ക്ക് ഈ മുഴുവൻ ജീവിതത്തിലും അഭിമാനിക്കാം. നമ്മൾ മലയാളികൾക്കൊക്കെ റസിയ അഭിമാനമാണ്. റസിയ ഇപ്പോൾ തനിച്ചായി എന്നാണ് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ റസിയ എന്നോട് പറഞ്ഞത്, ഞാനിപ്പോൾ തനിച്ചായി എന്നാണ്. അങ്ങനെ ഒരു വിചാരമാണോ ഇപ്പോൾ മനസ്സിലുള്ളത്? ഞാൻ തനിച്ചാണെന്നും അതെ 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 തീർച്ചയായിട്ടും അതെ. ഞാൻ എപ്പോഴും ആരോടും ഇവിടെയും എന്നെ വിളിച്ചപ്പോൾ ഞാൻ തനിച്ചല്ല സിനിമ, ഞാൻ പറഞ്ഞു ഞാൻ തനിച്ചായി പോയി, തനിച്ചല്ലായിരുന്നു, സിനിമ തനിച്ചല്ലായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ തനിച്ചായി. ഒരിക്കലും അങ്ങനെ തനിച്ചാണ് എന്ന് വിചാരിച്ച് വിഷമിക്കരുത് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ റസിയോട് പറയാനുള്ളത്. തീർച്ചയായും ഈ സമൂഹം, നമ്മുടെ എല്ലാവരും റസിയയ്ക്കൊപ്പം തന്നെയുണ്ട്. റസിയ ചെയ്ത ആ മഹത് കൃത്യം, അതിൻ്റെ മേന്മ, അതിൻ്റെ മഹത്വം എത്ര വലുതാണ് എന്ന് ഓരോ മലയാളിയും തിരിച്ചറിയുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. 24/3 ഇത്ര സമയം പങ്കെടുത്തതിന് വളരെ നന്ദി റസിയ ബീവി. വീണ്ടും മറ്റൊരു അതിഥിയുമായി തിങ്കളാഴ്ച കാണാം. നമസ്കാരം. You are watching 24 from News Headquarters, Kochi.